അധ്യക്ഷ ശ്രീലതേച്ചി, എൻ്റെ കലാജീവിതത്തിൽ ഗുരുവിൻ്റെ സ്ഥാനത്തും ഒരു കൂടപ്പറപ്പിൻ്റെ സ്ഥാനത്തും എന്നും കൂടെയുള്ള പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ, വേദിയിലിരിക്കുന്ന ഗുരുസ്ഥാനീയരായ ആളുകളെ, സദസ്സിലിരിക്കുന്ന വളർന്നു വരുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, വന്നിട്ടുള്ള മുഴുവൻ കലാ ആസ്വാദകരെ, ഉദ്ഘാടകയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള റാണിയ റഫി എന്ന കുഞ്ഞു അനുജത്തിക്കുട്ടി, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിവിടെ വേദിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് റാണിയ റഫീഖ് എന്ന് പറയുന്ന ആ കുട്ടി പരിചയപ്പെടുത്തി പറയുന്നുണ്ടായിരുന്നു, ഞാൻ LKG പഠിക്കുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ വർഷത്തെ ഓണത്തിന് ഞാൻ എഴുതിയ വരികൾ, അപ്പോൾ ആ സമയത്ത് ആ കുട്ടിക്ക് എത്ര പ്രായമുണ്ടാകും എന്ന് നമ്മൾ ഊഹിച്ചോണം. കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ വർഷത്തെ ഓണത്തിന് ഞാൻ എഴുതിയ വരികൾ ആ പൊന്നുമോള് പാടുകയും ഏഷ്യാനെറ്റ് അടക്കമുള്ള മുൻനിര ചാനലുകളൊക്കെ അത് കവർ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതൊരു സ്വപ്നത്തിൻ്റെ ഭാഗമാണ്. ശരിക്കും ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി വളർന്നു വരുന്നത്. അവരുടെ മാതാപിതാക്കൾ ആ മോൾ വളർന്നു വലുതാകുമ്പോൾ ആരായിത്തീരണം എന്നൊരു കാഴ്ചപ്പാട് ആ കുട്ടിക്ക് ചെറുപ്പം മുതലേ കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളിരിക്കുന്ന ഓരോ ആളുകളുടെയും മുമ്പിൽ ഇത്രയും അഭിമാനകരമായ നിമിഷത്തിൽ ആ മോള് നിന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ കാലഘട്ടം എന്ന് പറയുന്നത് നന്മകൾക്ക് വളരെയധികം നിറം കുറവും തിന്മകൾക്ക് നിറം കൂടുതലുമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അനിൽ പുനർജനൻ എന്ന കവിയെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുകയും ഈ വളർച്ചയ്ക്ക് ഒരുപാട് വളവും വെള്ളവും അവർ തരികയും ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു പേരിൽ വന്നു നിൽക്കാൻ എനിക്ക് സാധിച്ചത്. എൻ്റെ ആദ്യ കവിതാ സമാഹാരമായ വഴിയരികിൽ എന്ന കവിതാ സമാഹാരത്തിന് ഒരു വേൾഡ് റെക്കോർഡടക്കം, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡടക്കം 4 റെക്കോർഡുകൾ നേടാൻ എനിക്ക് സാധിച്ചു. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടും കൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നന്മകൾക്ക് നിറം കുറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളും നമ്മുടെ മക്കളും വളർന്ന് വരുന്നത്. അപ്പോൾ ഞാനൊരു കവിത പാടിക്കൊണ്ട് ഞാൻ എൻ്റെ ആശംസ അർപ്പിക്കാം. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി. ഓർത്തുവെക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണി, ഓർത്തുവെക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണി. ബാക്കിയായവ ബാക്കി വെക്കാൻ നോക്കി നിൽക്കുണ്ണി, ബാക്കിയായവ ബാക്കി വെക്കാൻ നോക്കി നിൽക്കുണ്ണി. ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളിയുണർന്ന ബാല്യങ്ങൾ, ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളിയുണർന്ന ബാല്യങ്ങൾ, ആറ്റിലിപ്പോഴർബുദ പുണ്ണായി മണൽ കുഴികൾ, ആറ്റിലിപ്പോഴർബുദ പുണ്ണായി മണൽ കുഴികൾ. മാവിലെ കുഞ്ഞാറ്റമുട്ട വിരിഞ്ഞൊരക്കൂട്, മാവിലെ കുഞ്ഞാറ്റമുട്ട വിരിഞ്ഞൊരക്കൂട്. കാറ്റിലാടിയ കാലമങ്ങു കടന്നു പോയുണ്ണി, കാറ്റിലാടിയ കാലമങ്ങു കടന്നു പോയുണ്ണി.
വിൽപ്പനയ്ക്കു നിരത്തിവച്ചവയൊക്കെ വിത്താണ്, വിൽപ്പനയ്ക്കു നിരത്തിവച്ചവയൊക്കെ വിത്താണ്. വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ്, വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ്. നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും, നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും. ലേലമിട്ടു വിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി, ലേലമിട്ടു വിരുന്നുകാർക്കു വിളമ്പുമെന്നുണ്ണി. മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറി, മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറി. മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി, മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി. പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി, പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി. കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി, കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി. അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി, അച്ഛൻ ആരെന്നറിയാതെ അമ്മമാർ മാറി. അമ്മയാരെന്നറിയാതെ ആങ്ങള മാറി, പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി. മാറി മാറി മറിഞ്ഞ കാലം മാഞ്ഞുമറയായി, മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ, മാറി മാറി മറിഞ്ഞ കാലം മാഞ്ഞുമറയുമ്പോൾ. മാറിനുള്ളിലെരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി, മാറിനുള്ളിലെരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി. കാടുകത്തിയമർന്നിടത്തു കുരുത്തുപേഴും കാടുകത്തിയമർന്നിടത്തു കുരുത്തുപേഴും കായെടുത്തു കടിച്ചു പല്ലു കളഞ്ഞിടലുണ്ണി, കായെടുത്തു കടിച്ചു പല്ലു കളഞ്ഞിടലുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. തിന്മകൾക്ക് വളരെയധികം നിറം കുറഞ്ഞ് കൂടുതൽ കാണുന്ന ഒരു കാലമാണിത് അല്ലേ. അപ്പോൾ അത് ഓരോ വരികളിലുള്ള ആശയം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. ഭഗവത്ഗീതയിൽ പറയുന്നു, പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സിത. പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം അംഗീകരിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മുടെ ചുറ്റും ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്, ഭംഗി കുറവുള്ള ആളുകളുണ്ട്, സൗന്ദര്യം കൂടിയ ആളുകളുണ്ട്, കഴിവ് കൂടുതലുള്ള ആളുകളുണ്ട്, പലതരത്തിലെ ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. പക്ഷെ അവരെ എല്ലാവരെയും ഒരു കൈയോടുകൂടി മനസ്സോടുകൂടി വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്താൻ സാധിച്ചാൽ മാത്രമേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ, ഒരു കലയെ സ്നേഹിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ നമുക്കൊരു വളർച്ചയുണ്ടാകുകയുള്ളൂ. നമ്മൾ വലിയ ആളാണ് എന്നുള്ള അഹങ്കാരം എന്ന് നമ്മളിൽ വരുന്നോ അന്ന് ഇതൊക്കെ അതപ്പതിക്കും. കാട്ടാക്കട സാറിൻ്റെ ഒരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്: കഴിവിനൊത്തു പണിയണം, ചിലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം. കഴിവിനൊത്തു പണിയണം, ചിലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, നമുക്കു നമ്മളെ പകുത്തു പങ്കുവെക്കണം. അപ്പൊ കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം. നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി മിച്ചമുള്ളത് നമ്മുടെ ഒപ്പമുള്ള ആളുകൾക്ക് പകുത്തു നൽകണമെന്ന് എഴുതിയ കാട്ടാക്കട സാറ് പോലെയുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പരസ്പരം സ്നേഹിച്ച് കൂടെയുള്ള ആളുകളെ സഹകരിച്ച് അവരുടെ കഴിവിനെ അംഗീകരിച്ച് പരസ്പരം ബഹുമാനിച്ച് മുമ്പിലേക്ക് പോകാൻ സാധിച്ചാൽ മാത്രമേ ഒരു കലാജീവിതത്തിൽ അടുത്ത തലമുറയിലേക്ക് നമുക്ക് നമ്മളുടെ ഈ കാലഘട്ടത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് വളർത്തിയെടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി നമ്മളുടെ മുമ്പിൽ ഇത്രയും മനോഹരമായിട്ട് പെർഫോം ചെയ്തത്. ഇന്നത്തെ കലാലയ ജീവിതത്തിൽ, ആധുനിക
സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ യൂണിഫോം ഇട്ട ചെറിയ കുട്ടികൾ പോലും ലഹരി ഉപയോഗിച്ച് ആവശ്യമില്ല, നമുക്ക് കണ്ടാൽ സഹിക്കുന്നതിനപ്പുറമുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലഹരി പോലെയുള്ള കാര്യങ്ങളിലേക്ക് അടിമപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കലാജീവിതത്തിലേക്ക് കുട്ടികളുടെ മനസ്സ് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഒരുപാട് കഴിവുള്ള ആളുകളെ വളർത്തിയെടുത്ത് ഒരുപാട് വലിയ നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ബിന്ദു ടീച്ചറെ പോലുള്ള ആളുകൾ നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ലൊരു സ്വപ്നം മനസ്സിൽ കൊടുത്തുകൊണ്ട് അവനവൻ്റെ ഉറക്കം കെടുത്തുന്ന സ്വപ്നം അവരുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അവരാരും തന്നെ ലഹരിയുടെ പിന്നിലോ മറ്റു മോശമായ പ്രവൃത്തികളിലോ ഒന്നും പോകില്ല. നമ്മളുടെ ലഹരി സംഗീതമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ലഹരി കലയാണ്, അല്ലെങ്കിൽ കായികപരമായുള്ള കഴിവാണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴാണോ പ്രാപ്തരാക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു പൂർണ്ണത വരികയുള്ളൂ. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. അങ്ങനെ സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്. ആകാശത്തിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളികൾ എങ്ങനെയാണോ അരുവികളായി മഹാസമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത്, അതുപോലെ ആയിരിക്കണം വ്യത്യസ്തമായ കുടുംബത്തിൽ നിന്ന് വന്ന നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ സ്വഭാവക്കാരായിരിക്കും, വ്യത്യസ്തമായ രീതിയിലുള്ള ആൾക്കാരായിരിക്കും. ഇവരുടെ എല്ലാവരുടെയും ചിന്താഗതികളും ഈ കലാതലത്തിലുള്ള പ്രവർത്തനങ്ങളും ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഒരു നല്ല രാജ്യത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ വേദിയിൽ ക്ഷണിച്ച ബിന്ദു ടീച്ചർക്കും ഇതിൻ്റെ മുഴുവൻ സംഘാടകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.